കർണാടകത്തിന്റെ പുതിയ മുഖ്യമന്ത്രിയായി ഡി.കെ. ശിവകുമാർ നാളെ അധികാരമേൽക്കും. ഡി.കെയ്ക്കൊപ്പം 10 മന്ത്രിമാരും നാളെ തന്നെ ചുമതലയേൽക്കും. വൈകിട്ട് നടക്കുന്ന ചടങ്ങിൽ പുതിയ സർക്കാർ ഔദ്യോഗികമായി ഭരണമേറ്റെടുക്കും. കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയുടെ മകൻ പ്രിയങ്ക് ഖാർഗെയും മുഖ്യമന്ത്രി സ്ഥാനം ഒഴിഞ്ഞ സിദ്ധരാമയ്യയുടെ മകൻ യതീന്ദ്ര സിദ്ധരാമയ്യയും പുതിയ മന്ത്രിസഭയിൽ ഇടം നേടുമെന്ന് ഉറപ്പായിട്ടുണ്ട്. 2 മലയാളികളും മന്ത്രിസ്ഥാനം ഉറപ്പിച്ചു. പ്രമുഖ നേതാവ് കെ.ജെ. ജോർജ്, യു.ടി. ഖാദർ എന്നിവരാണ് നാളെ സത്യപ്രതിജ്ഞ ചെയ്യുന്ന മലയാളി മുഖങ്ങൾ. ഡി.കെ. ശിവകുമാറിനൊപ്പം നാളെ സത്യപ്രതിജ്ഞ ചെയ്യുന്ന മന്ത്രിമാരുടെ പട്ടികയിൽ ജി. പരമേശ്വര, സതീഷ് ജാർക്കിഹോളി, എം.ബി. പാട്ടീൽ, ഈശ്വർ ഖന്ദ്രെ, രാമലിംഗ റെഡ്ഡി, ശിവരാജ് തങ്കടി, രൂപ ശശിധർ എന്നിവരുമുണ്ട്. ഭരണം സുഗമമായി കൈമാറുന്നതിന്റെ ഭാഗമായാണ് പുതിയ മന്ത്രിമാരുടെ പട്ടിക തയ്യാറാക്കിയിരിക്കുന്നതെന്നാണ് റിപ്പോർട്ടുകൾ. ആലപ്പുഴ കായംകുളം പുല്ലുകുളങ്ങരയിൽ തെരുവുനായയുടെ ആക്രമണത്തിൽ 4 മാസം പ്രായമായ കുട്ടിയടക്കം 4 പേർക്ക് കടിയേറ്റു. പുല്ലുകുളങ്ങര ആറാട്ടുകുളങ്ങരയ്ക്ക് സമീപം അമ്മൂമ്മയുടെ കയ്യിലിരുന്ന 4 മാസം പ്രായമുള്ള ആരവ് എന്ന കുഞ്ഞിനെയും അമ്മൂമ്മ രാജമ്മയെയും തെരുവുനായ ആക്രമിക്കുകയായിരുന്നു. കുഞ്ഞിൻ്റെ കാലിലാണ് കടിയേറ്റത്. പുല്ലുകുളങ്ങര പൊന്നുരുട്ട് ഭാഗത്തും തെരുവുനായയുടെ ആക്രമണമുണ്ടായി. പുല്ലുകുളങ്ങര സ്വദേശി റഷീദ, മകൾ അമാന എന്നിവർക്കാണ് കടിയേറ്റത്. റോഡിലൂടെ നടന്നു വരുമ്പോഴാണ് ഇവരെ തെരുവുനായ ആക്രമിച്ചത്. പരിക്കേറ്റ കുഞ്ഞിനെ ഉൾപ്പെടെ കായംകുളം താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു.